അൻവർ റഷീദ് അവതരിപ്പിക്കുന്ന പ്രാവൻകൂട് ഷാപ്പ്. രചന സംവിധാനം ശ്രീരാജ് ശ്രീനിവാസൻ. തൂമ്പ എന്ന ഹിറ്റ് ഷോർട്ട് ഫിലിമിന് ശേഷം ശ്രീരാജിൻ്റെ ആദ്യ ഫുൾ ലെങ്ത് ഫിലിമാണ് പ്രാവൻകൂട് ഷാപ്പ്. ബ്ലാക്ക് ഹ്യൂമർ ക്രൈം ത്രില്ലർ മൂഡിലാണ് പുള്ളി സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ബേസിൽ ജോസഫ്, സൗബിൻ, ചെമ്പൻ വിനോദ്, ചാന്ദിനി ശ്രീധരൻ എന്നിവരാണ് മുഖ്യവേഷത്തിൽ വരുന്നത്. കഥ നടക്കുന്നത് നമ്മുടെ തൃശ്ശൂരിലുള്ള പ്രാവൻകൂട് ഷാപ്പിലാണ്. ഷാപ്പ് ഓണർ ബാബുവേട്ടൻ. ശിവജിത്താണ് ബാബുവേട്ടൻ എന്ന പവർ ഹൗസ് ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ബാബുവേട്ടനെ ഷാപ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയും പിന്നീട് ബാബുവേട്ടൻ്റെ മരണം അന്വേഷിക്കാൻ എത്തുന്ന പോലീസ് ഓഫീസറായിട്ടാണ് ബേസിലെത്തുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ബ്ലാക്ക് ഹ്യൂമർ ക്രൈം ത്രില്ലർ മൂവിയാണ്. സോ ഹ്യൂമറിനും ത്രില്ലറിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് സിനിമ എടുത്തിരിക്കുന്നത്. ഹ്യൂമർ വശം നോക്കുമ്പോൾ കോമഡിക്കൊരു കൺസിസ്റ്റൻസി ഇല്ലാതായിപ്പോയി. പലയിടത്തും ഫോഴ്സ്ഫുള്ളി കോമഡി പ്ലേസ് ചെയ്ത് ചീറ്റിപ്പോയിട്ടുണ്ട്. എന്നാൽ ചില പോർഷൻസിൽ അത് വർക്കായിട്ടുമുണ്ട്. ഇതിൽ ബേസിൽ അവതരിപ്പിക്കുന്ന പോലീസ് ഓഫീസർ ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള കോമിക് കഥാപാത്രമാണ്. ഒരേ സമയം കോമഡിയും അതോടൊപ്പം ഷെർലോക്ക് ഹോം സ്റ്റൈലിലുള്ള ഒരു ഡിറ്റക്റ്റീവ് സ്വഭാവം ഹാൻഡിൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ഫസ്റ്റ് ഹാഫിൽ ബേസിൽ അത്യാവശ്യം ഓവറാക്കാതെ കൊണ്ടുപോയി. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഒരു കോമാളി കഥാപാത്രമായി മാറി. പിന്നെ എടുത്തു പറയത്തക്ക പ്രകടനം കാഴ്ചവെച്ചത് സൗബിനും ചാന്ദിനിയുമാണ്. കഥയിലേക്ക് വരുമ്പോൾ എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് ക്രൈം ത്രില്ലർ മൂവി ആയിട്ടാണ് തോന്നിയത്. ചില പോർഷൻസിൽ പടം പ്രെഡിക്റ്റബിൾ ആകുന്ന സൂചനകളൊക്കെ പ്രേക്ഷകന് കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ചെറിയ ചെറിയ ലൂപ്പ് ഹോൾസ് ഒക്കെ സിനിമയിലുണ്ട് താനും. ഇതൊരു അൻവർ റഷീദ് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് മേക്കിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ടോപ്പ് നോച്ച് ആയിരുന്നു. ഷൈജു ഖാലിദാണ് ഛായാഗ്രഹണം. ചില ക്ലോസ് അപ്പ് ഷോട്ടും പിന്നെ ഒരു സ്കൂൾ ബസ് വെച്ചുള്ള ചേസ് സീൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ മികച്ചു നിന്നിരുന്നു. സിനിമയുടെ ജോൺറയുമായി സിങ്ക് ചെയ്യുന്ന മ്യൂസിക്കും സ്കോറിംഗ് പരിപാടിയാണ് വിഷ്ണു വിജയൻ ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. ഷഫീഖ് മുഹമ്മദ് അലിയാണ് എഡിറ്റർ. പുള്ളിയുടെ ചില കട്ട്സും പിന്നെ ട്രാൻസിഷനൊക്കെ കിടുവായിരുന്നു. എസ്പെഷ്യലി സിനിമയുടെ നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിങ്ങിന് ചേരുന്ന രീതിയിലുള്ള കട്ട്സും ട്രാൻസിഷനും ഒക്കെയാണ് ഷഫീഖ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പെർഫോമൻസ് വൈസ് എനിക്ക് ബേസിലിൻ്റെ അഭിനയത്തിൽ ആവർത്തന വിരസത പ്രകടമായി കാണുന്നുണ്ട്. ട്രാക്ക് മാറ്റി പിടിച്ചില്ലെങ്കിൽ ബേസിൽ ഒരു പക്ഷേ സ്റ്റീരിയോ ടൈപ്പ് ആക്ടറായി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ സിനിമയിലെ ബാക്കി കാസ്റ്റ് മെമ്പേഴ്സിൻ്റെ അഭിനയമൊക്കെ കുഴപ്പമില്ലായിരുന്നു. സോ ഓവറോൾ മേക്കിങ്ങിൽ അടിപൊളിയായപ്പോൾ കഥയിലെ ചില പോരായ്മയും പിന്നെ ചീറ്റിപ്പോയ കോമഡികളൊക്കെ കൊണ്ട് ഒരു എബോവ് ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു പ്രാവൻകൂട് ഷാപ്പ്. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടുതൽ മൂവീസ് ആൻഡ് ഗെയിമിംഗ് കണ്ടന്റ്സിനായി വാട്സ്ആപ്പ് വീക്കെൻഡ് എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഗുഡ് ബൈ.